ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ബൈഗൻ പൂടായാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങി നല്ല ഫ്രഷ് ആയിട്ടുള്ള വഴുതനങ്ങ പറിച്ച് നമുക്ക് ബൈഗൻ പൂട ഉണ്ടാക്കാം. ആജ് ഹം ബനാനെ जा रहे बैगन पूड़ा. बगान में बहुत बैगन हुआ है, निकाल देंगे. നമുക്ക് വഴുതനങ്ങ പറിച്ചെടുക്കാം. ബൈഗൻ നികാൽ देंगे. നോക്കിക്കേ, നല്ല മുഴുത്ത ബൈഗണാ. നമുക്കിനി ഒത്തിരി കിടപ്പുണ്ട്, പറിച്ചെടുക്കാം. बहुत बड़ा है, निकाल देंगे. കുറച്ച് മല്ലിയിലയും കൂടെ പറിച്ചെടുക്കാം. ഇവിടെ ധനിയാപ്പത്ത भी निकाल देंगे. വഴുതനങ്ങ പറിക്കാൻ തുടങ്ങി നമ്മുടെ പൂച്ച വഴുതനങ്ങ പറിക്കാൻ കൂടെ വന്നതാണ്. വഴുതനങ്ങ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ബൈഗൻ ഇത്ര മിലാ ഹെ കൂടാ ബനായെങ്കിൽ നമുക്ക് ഇത് വെച്ചൊരു ചട്നി ഉണ്ടാക്കാൻ പോവാണ്. നോക്കാം എങ്ങനെയാണ്. വഴുതനങ്ങ മുഴുവൻ ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. बैगन पूरा धो के रखा है. अभी एक एक टू निकाल के इसका अंदर में स्लिट डालना है. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. പക്ഷേ രണ്ടറ്റവും പൊട്ടിപ്പോരും. दोनों साइड हटाना नहीं है. देखिए ऐसे खाली बीच में ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ കാണിക്കാം. ഇടയ്ക്ക് മാത്രമേ ഇടാവുള്ളൂ. बीच में खाली ऐसे स्लिट डालना है. നമുക്ക് അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. सब ऐसे ही करना है. റൊട്ടി ഉണ്ടാക്കുന്ന ഒരു നെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. റൊട്ടി बनाने का नेट लिया है. ഗ്യാസ് ഓൺ करना है. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. നോക്കിക്കേ, ഇതിൻ്റെ സ്ലിറ്റ് ഞാൻ എങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന്. ऐसे ही स्लिट बनाना है. दोनों साइड पटाना नहीं. രണ്ട് അറ്റവും പൊട്ടിക്കരുത്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ऐसे रख के पूड़ा बनाना है. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കണം. നല്ലതായിട്ട് കറുത്ത് വരും. अच्छे से काला हो जाएगा. थोड़ा उल्टा पलटा करना है. ആയി കഴിയുമ്പോൾ തിരിച്ച് മറിച്ചും വെച്ച് കൊടുക്കണം. ഈ സൈഡ് കുറച്ചായിട്ടുണ്ട്, നമുക്ക് തിരിച്ചു കൊടുക്കാം. थोड़ा एक साइड थोड़ा हो गया, थोड़ा पलटी करना है. നോക്കിക്കേ, നമുക്കിങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കണം. फ्लेम थोड़ा कम करके लो पलटी करके और फ्लेम फुल में डाल दीजिएगा. ഉള്ളിൽ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. വഴുതനങ്ങ ചുട്ടാകുന്നത് വരെ നമുക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ മുറിച്ചെടുക്കാം. बैगन होने का टाइम अभी प्याज और मिर्चा कटेंगे. एकदम छोटा छोटा काटना है. നല്ല ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ഉള്ളി ഉപയോഗിച്ചാൽ നല്ലതാണ്. छोटा प्याज डालने से बहुत बढ़िया है. ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. प्याज और हरी मिर्च एकदम छोटा छोटा काट के रखा है. पूरा हो गया, गैस ऑफ करना है. വഴുതനങ്ങ നല്ലതായിട്ട് ചുട്ട് വന്നു കഴിഞ്ഞു. എല്ലാ സൈഡും ആയി കഴിഞ്ഞു. നോക്കിക്കേ, ഈ പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. सब अच्छा सा पक गया, गैस ऑफ करना है. ഓരോന്നും എടുത്ത് കട്ടിംഗ് പാഡിലോട്ട് വെക്കാം. തണുക്കാൻ വെക്കാം. निकाल के कटिंग पैड में रखना है. थोड़ा ठंडा करने के लिए तड़का रखा. और ऐसे निकाल के इसमें इसका ऊपर का काला निकालना है. ഇതിൻ്റെ മേളത്തെ കരിഞ്ഞ തൊലി മാറ്റിയെടുക്കാം. ऊपर का जला हुआ निकाल देंगे. ഇങ്ങനെ എടുക്കണം. ऐसे ही निकाल देंगे. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. दूसरा निकाल देंगे. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ऐसे सबका साफ करना है. ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. सब साफ करके रखा है. अच्छा से स्मैश करना है. നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. अभी नमक डाल दो. ഉള്ളി, प्याज छोटा छोटा काट के रखा है. സബോള ചെറുതായിട്ട് അരിഞ്ഞാണ്. കൊച്ചുള്ളി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പച്ചമുളക്, കരിമിർച്ച്, ചാട്ട് മസാല ഇടുവാണ്. ഇത് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. അभी चाट मसाला डाल दो. थोड़ा सा काला नमक. ഇത്തിരി കറുത്ത ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ. അതെല്ലാം ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം. നിംബു രസ് डाल दो. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. अच्छे मिक्स करना. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. ധനിയപ്പത്ത छोटा छोटा काट के रखा है, वो भी डालना. നന്നായിട്ട് മിക്സ് ചെയ്യും. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാട്ടിലൊക്കെ ഉച്ചയാകുമ്പോൾ പച്ചമാങ്ങ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് എണ്ണ ഇട്ടെടുക്കുന്ന പോലെ ഇവിടെയുള്ളവർ ചൂട് കാലത്ത്
ചെയ്യുന്ന ഒരു ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അവർക്ക് പഴങ്കഞ്ഞി കുടിക്കാനും ചോറുണ്ണാനും എല്ലാം ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പെട്ടെന്നാകുകയും ചെയ്യും. കടുകെണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. സാധാരണ ഇവിടെ എല്ലാവർക്കും കടുകെണ്ണ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കടുകെണ്ണ ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒത്തിരി നല്ലതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല മണവുമാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല മണം. अच्छा से मिक्स करके सरसों तेल भी डाल के मिलाने से एकदम बढ़िया टेस्ट आ जाएगा. सब लोग थोड़ा ट्राई करके देखिएगा. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബൈഗൻ കൂട റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിവിടെ കടുകെണ്ണ ഒഴിച്ചാൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കിയാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ചൂടുകാലത്ത് ഇത് പഴങ്കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒത്തിരി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു डिशाണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. अच्छा माउथ वाटरिंग स्मेल आ रहा है और चाट मसाला और नींबू का वो वासना आके इतना माउथ वाटरिंग स्मेल आ रहा है. सब लोग थोड़ा ट्राई करके देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.